നമ്മളെ കയ്യിൽ വന്നിട്ടുള്ളത് ഐഫോൺ 7+ ആണ് കേട്ടോ. 7+ വൈഫൈ വർക്കിംഗ് ഇല്ലാണ്ട് വന്നതാണ്. പക്ഷെ വൈഫൈൻ്റെ എല്ലാ പ്രശ്നം, വൈഫൈ പവർ സപ്ലൈയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് വൈഫൈ വർക്കിംഗ് ആണ്, പക്ഷെ ചാർജ് എടുക്കുന്നില്ല. ചാർജ് എടുക്കാത്തതിൻ്റെ കാരണം ഹൈ പവർ സപ്ലൈ DC ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹൈ ആംബിയർ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തെർമൽ ക്യാമറയിൽ ചെക്ക് ചെയ്തപ്പോൾ USB-Iൻ്റെ പ്രോബ്ലമാണ്. USB-IC ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നില്ല, USB-IC ഇങ്ങനെ റിപ്പയർ ചെയ്യാനല്ലേ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് USB-Iൻ്റെ റിമൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. ശരിക്കനേ നമ്മൾ ഇങ്ങനെ തന്നെ റിമൂവ് ചെയ്യുക, അല്ലാതെ തന്നെ റിമൂവ് ചെയ്യാം. പക്ഷെ നമ്മൾ ഒരു വൃത്തിക്ക് ചെയ്യാൻ വീഡിയോയിലൊക്കെ കറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാന്ന് മാത്രം. അല്ലെങ്കിൽ ഇത് ഇത്ര ഭാഗമുണ്ട്, ഇത്ര ഭാഗം ചിലപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടൂല. A3B കേട്ടോ. ഈ ഐസി നമ്മൾ റിമൂവ് ചെയ്യണ്ടേ. റിമൂവ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഞാൻ യൂസ് ചെയ്യുന്നത് 360-50 എയർ ഫ്ലോ. അയൺ ടെമ്പറേച്ചർ 360. വിക്കിടുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യാം? റോസിന് യൂസ് ചെയ്യാം, ഒന്നുകൊണ്ട് തന്നെ സ്മൂത്ത് ആവും. ഓക്കെ, പാഡ്സും കാര്യങ്ങളും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്തുള്ള ഐസി ഉണ്ട്, എത്രത്തോളം വർക്കിംഗ് ആണെന്നില്ല അറിയില്ല. ഒരു ഡെഡ് ബോർഡ് റിമൂവ് ചെയ്താണ്. SAN+ സ്റ്റെൻസിൽ വരും അബി.
300 ഡിഗ്രി കേട്ടോ ഐ സി ക്ലീൻ ചെയ്യുന്ന ടെമ്പറേച്ചർ. ഫാസ്റ്റ് ഫാസ്റ്റ് ക്ലീൻ ചെയ്യാം. താങ്ക് യു. PPD തിന്ന് 183. യൂസ് ചെയ്യുന്ന മെക്കാനിക്കിൻ്റെ 183. റീബോൾഡ് 330 4 ഓക്കെ. റീബോളിംഗ് പെയിന്റ് ഉണ്ട്. ഐ സി ഫിക്സ് ചെയ്യാൻ 330/40. ഓക്കെ. ഫാൻ ഉണ്ടോ? ഫാന് താങ്ക് യു. ശരിക്കും നമുക്ക് ഡയറക്റ്റ് ഐ സിക്ക് തന്നെ പോവാം. കാരണം വെച്ചാൽ ഇതിൻ്റെ ചാർജിങ് കൺട്രോളും ഇതിൻ്റെ ബാറ്ററി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ചാർജിങ് പ്രോബ്ലം ആയിട്ട് അവർ ഷോപ്പിൽ റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിന്. അപ്പോൾ ചാർജിങ് കൺട്രോൾ മാറ്റിയിട്ടുണ്ട്, ബാറ്ററി മാറ്റിയിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കട്ടെ. എത്രത്തോളം ആണെന്നില്ല എനിക്കറിയില്ല. കാരണം പഴയ ഒരു ഐ സിയാണ്, കണ്ടിട്ടൊരു ലുക്കില്ലാത്തൊരു ഐ സിയാണ്. ഓക്കെ. ബാറ്ററി കണ്ടൊക്കെ വോൾട്ടേജ് ഉണ്ട് കേട്ടോ. ഓക്കെ. ചാർജിന്റെ സിമ്പിൾ കാണുന്നുണ്ട്. വീഡിയോയിൽ എത്ര ക്ലിയർ ആയി കാണുന്നില്ല അറിയില്ല. ചാർജ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളടുത്തൊക്കെ ഫോണ് മൈക്രോസോഫ്റ്റിലാണോ? ഇല്ല. ഇല്ല. ഓക്കെ. അപ്പോൾ ഫോണ് ചാർജിങ് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ബാറ്ററിയും ചാർജിങ് കൺട്രോളും ലാപ്ടോപ്പിന് മുന്നേ തന്നെ
വോൾട്ടേജും കാര്യങ്ങളൊക്കെ ചാർജിങ് കൺട്രോളിലേക്ക് വോൾട്ടേജ് വരുന്നുണ്ടോ, അതേപോലെ തന്നെ ബാറ്ററി കൺട്രോളിലേക്ക് വോൾട്ടേജ് വരുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, പവർ സപ്ലൈയിലൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഷോർട്ടോ ലീക്കേജോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബാറ്ററി ചേഞ്ച് ചെയ്യാൻ ബെറ്റർ, അല്ലെങ്കിൽ ചാർജിങ് കൺട്രോൾ ചേഞ്ച് ചെയ്യുക. കാരണം ഇത് ഇത്രയും കോസ്റ്റ് എന്തായാലും കസ്റ്റമറിന് ചാർജ് ചെയ്തിട്ടുണ്ടാവും, പ്ലസ് ഫോൺ റെഡി ആയിട്ടില്ല. ശരിക്കും ഇതിൻ്റെ ആക്ച്വലി പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഐസിൻ്റെ പ്രോബ്ലം ആയിരുന്നു, USB ഐസിൻ്റെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് 7, 7+, 6S ഇതിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന പ്രശ്നമാണ്. എത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്, ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലുമൊക്കെ ഈ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക, ഉപകാരപ്പെടുമായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ടാറ്റ.